മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് കേരള സർക്കാർ ഔദ്യോഗികമായി അഭ്യർത്ഥന പുറപ്പെടുവിച്ച സമയത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം പിടിക്കാൻ തീരുമാനിച്ച സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും എടുത്ത നിലപാട് എന്താണ് എന്ന് പ്രേക്ഷകർക്കറിയാം. അതല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, അത് ഓർമ്മ വരും. പ്രളയം നടന്ന ഘട്ടത്തിൽ, കോവിഡിൻ്റെ ഘട്ടത്തിൽ, ഉരുൾപൊട്ടലുണ്ടായ ഘട്ടത്തിൽ, ഏറ്റവും ഒടുവിൽ ഏറ്റവും വലിയ ദുരന്തം ചൂരൽമലയിൽ നമ്മൾ അഭിമുഖീകരിച്ച ഘട്ടത്തിൽ എല്ലാം പ്രതിപക്ഷമെടുത്ത നിലപാടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നയാ പൈസ സംഭാവന ചെയ്യരുത് എന്ന് അങ്ങനെ പറഞ്ഞ കോൺഗ്രസ് ഉണ്ട് കേരളത്തിൽ. കേൾക്കാം കെ സുധാകരൻ്റെ വാക്ക്, അന്നത്തെ KPCC പ്രസിഡന്റിൻ്റെ. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ച ഘട്ടത്തിൽ അതേക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് കെ സുധാകരൻ. കേൾക്കുക. സർക്കാരിന് കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് തന്നെ അതിൻ്റെതായ ഫോറം ഉണ്ട്. ഇപ്പൊ എല്ലാവരും പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് ത്രൂ ചെയ്താൽ മതിയല്ലോ. ഇടതുപക്ഷത്തിന്റെ കൈ കൊടുക്കുന്ന കാര്യമൊന്നുമില്ല. കെ സുധാകരന്റെ ഈ വാക്കുകൾ പ്രേക്ഷകരെ വീണ്ടും കേൾപ്പിക്കാൻ ഒരു കാരണമുണ്ട്. കൽപ്പറ്റ MLA ടി സിദ്ദിഖ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം ഇന്ന് ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കുന്ന സ്ഥലം സന്ദർശിച്ചു. അതിനുശേഷം അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഫെബ്രുവരി മാസത്തിൽ വീടുകൾ കൈമാറും എന്ന്. പ്രവർത്തനം അതിവേഗത്തിൽ മുന്നോട്ട് പോകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന്. കേട്ടാ തോന്നും അദ്ദേഹമാണ് അവിടെ വീട് നിർമ്മിക്കാൻ വേണ്ടി മുൻകൈയെടുത്തത് എന്ന് വെച്ചാൽ നയാ പൈസ കേരളത്തിലെ MLA-മാർ, ഇടതുപക്ഷ MLA-മാരും മുസ്ലിം ലീഗിന്റെ MLA-മാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയപ്പോൾ ഒരു നയാ പൈസ പോലും നൽകിയിരുന്നില്ല ടി സിദ്ദിഖ്. അദ്ദേഹമാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നോർക്കണം. ആ വാക്കുകൾ കേൾക്കാം. ഊരാലുങ്കലിന്റെ ഡയറക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട്. അവിടെ കിഫ്കോണിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരൊക്കെ സംസാരിച്ചു. ഭവനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു. ഇപ്പോൾ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലാണ് ഇപ്പം ഞങ്ങൾ ഉള്ളത്. തീർച്ചയായും സമയബന്ധിതമായി ഈ വീടിൻ്റെ നിർമ്മാണം സമ്പൂർണ്ണമായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായ പ്രതീക്ഷയിലാണ്. ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി ആദ്യഘട്ട ഭവനങ്ങൾ ദുരന്തബാധിതരായ ആളുകൾക്ക് കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. പൊതുസമൂഹത്തിൻ്റെ എല്ലാവരുടെയും പിന്തുണ ഈ കാര്യത്തിൽ, ഭവന പദ്ധതികളുടെ ക്രമീകരണത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിനുണ്ട്. എല്ലാവരും സർക്കാരുമായി ഈ കാര്യത്തിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും സഹകരിച്ച ആളുകളാണ്. അതിൽ അഭിമാനമുണ്ട്. തീർച്ചയായും ഇതൊരു മാതൃകാ പദ്ധതിയായി ഉയരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കോമൺ അമ്യൂണിറ്റീസിന്റെ നിർമ്മാണം അത് പ്രത്യേകം തുടങ്ങാനുള്ള നടപടികൾ കൂടെ ദ്രുതഗതിയിൽ സ്പീഡപ്പ് ചെയ്യണം എന്നുള്ളത് സ്പെഷ്യൽ ഓഫീസറോട് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ടി സിദ്ദിഖ് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് 300 വീട് ഇതിനകം തന്നെ നിർമ്മിച്ചു നൽകി കഴിഞ്ഞു UDF എന്നാണ്. 100 വീട് കർണാടക സർക്കാർ 20 കോടി രൂപ നൽകിയിട്ടുണ്ട്. കർണാടക സർക്കാർ എന്താ കോൺഗ്രസ് ആണോ? കോൺഗ്രസിന്റെ പൈസയാണോ സർക്കാർ നൽകിയിരിക്കുന്നത്? ഗവൺമെന്റിനെ സഹായിക്കുന്നത് സാധാരണ നടപടിയാണ്. അതിൽ കോൺഗ്രസിന് എന്താണ് കാര്യം? മറ്റൊന്ന്, ലീഗ് നിർമ്മിക്കുന്ന 100 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. എപ്പോൾ പൂർത്തിയാകുമെന്ന് ഇതുവരെയും അറിയില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ശരി തന്നെയാണ്. ആർക്കാണ് വീട് നൽകുക എന്നത് സംബന്ധിച്ചും അന്തിമ ധാരണയിൽ മുസ്ലിം ലീഗ് തന്നെ എത്തിയോ എന്ന സംശയമുണ്ട്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനം, KPCC പ്രഖ്യാപിച്ച 100 വീടുകൾ, യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച 30 വീടുകൾ, അതെവിടെ? അതിന്റെ പണം എവിടെ? അപ്പോഴാണ് VD സതീശൻ പറയുന്നത് കോൺഗ്രസിന്റെ 100 വീടുകൾ, കർണാടക സർക്കാരിന്റെ 100 വീടുകൾ, മുസ്ലിം ലീഗിന്റെ 100 വീടുകൾ, ഇപ്പോഴത്തെ UDFന്റെ 100 വീടുകൾ റെഡിയായിരിക്കുന്നു, ഞങ്ങളത് നിർവഹിച്ചിരിക്കുന്നു, നമ്മുടെ കടമ എന്ന് വെച്ചാൽ ഒന്നും എവിടെയും എത്താതെ കർണാടക സർക്കാരിന്റെ പണം കോൺഗ്രസിന്റെ പണമാണ് എന്ന് പറയാനേ കഴിയില്ല. അത് മാറ്റി നിർത്തിയാലും കോൺഗ്രസും മുസ്ലിം ലീഗും ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം അത് ഉപയോഗിക്കാതെ അത് പോക്കറ്റിലിട്ട് സർക്കാരിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നാണക്കേടെ നിന്റെ പേരോ കോൺഗ്രസ് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ.